ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനർത്ഥം ആ വ്യക്തി സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്, സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് പണമുള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു ജീവിതമായിരിക്കും, നല്ല റിലേഷൻഷിപ്പായിരിക്കും, നമ്മളുടെ ഫാമിലി നല്ല സന്തോഷമായിട്ട് പോകുന്നു, നല്ല കരിയർ, നല്ല ജോലി, ഇതൊക്കെയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ. ആരോട് ചോദിച്ചാലും പറയും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിലുള്ളതെന്ന്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്നെ പറ്റിക്കുകയാണോ, ഇദ്ദേഹത്തിനെ എനിക്ക് കിട്ടാതിരിക്കുമോ, ഇദ്ദേഹം എന്നെ വിട്ടിട്ട് പോകുമോ, ഇതൊക്കെയാണ് ചിന്ത. പക്ഷെ ആഗ്രഹം എന്താണ്? അയാളുടെ ലൈഫിൽ കൂടെ വേണം, നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾക്ക് അറ്റൻഷൻ തരണം, നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇത് നിങ്ങളുടെ ആഗ്രഹമാണ്. പക്ഷേ ഈ ആഗ്രഹത്തിന് മേലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അയാളെന്നെ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ടോ, ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റില്ലേ. അതിപ്പോൾ ഫാമിലി ആണെങ്കിലും അങ്ങനെ, എൻ്റെ ഫാമിലി എന്നെ അങ്ങനെ കാണുമോ, എൻ്റെ ഫാമിലി എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ഓപ്പോസിറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പണക്കാരനാവണം, ധനികനാവണം, അത് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. നല്ല സാമ്പത്തിക ശേഷി വേണം, കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് വേണം, ആഗ്രഹമാണ്. പക്ഷെ നിങ്ങളെന്താ ചിന്തിക്കുന്നത്? എനിക്ക് നല്ലൊരു വരുമാനം ഇല്ല, എനിക്കതുകൊണ്ട് അത്ര നല്ല കാറ് വാങ്ങാൻ പറ്റിയിട്ടില്ല, അതുപോലൊരു വീട് വെക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് പണമില്ലാത്തത് കൊണ്ട് അത് വാങ്ങാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല. പണമില്ലാത്തത് കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു, ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. മനസ്സിലാക്കുക, ആഗ്രഹവും ചിന്തയും ലക്ഷ്യവും ഒന്നായി മാറുന്ന സമയത്താണ് മാനിഫെസ്റ്റേഷൻസ് നടക്കുക. എൻ്റെ റിലേഷൻഷിപ്പ് ഇന്നലെ വരെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഈ നിമിഷം എൻ്റെ റിലേഷൻഷിപ്പ് നല്ലതാണ്, അവരുമായിട്ടുള്ള നല്ല കാര്യങ്ങൾ, അവർ നിങ്ങളോട് പെരുമാറിയിട്ടുള്ള സ്നേഹമായിട്ടുള്ള നിമിഷങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുക, ഇതിനൊക്കെ നന്ദിയുള്ളവരായിട്ട് മാറുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ തന്നെ പണം നിങ്ങൾക്ക് ഇതുവരെ എന്ത് ചെയ്തു തന്നു? നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട്, നല്ല വസ്ത്രം തരുന്നുണ്ട്, നിങ്ങൾക്ക് യാത്രകൾ പോകാൻ പറ്റുന്നുണ്ട്, അല്ലേ? നിങ്ങളുടെ ലൈഫിൽ പണം നിങ്ങൾക്ക് എന്തൊക്കെ തരുന്നു, അതിനെപ്പറ്റി ആലോചിക്കുക, അതിൽ സന്തോഷിക്കുക, അതിന് നന്ദി പറയുക. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലോട്ട് കൂടുതൽ പണം വന്നു ചേരുള്ളൂ. എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നതൊന്നാണെങ്കിലും അതിനെപ്പറ്റിയിട്ടുള്ള ചിന്ത ഓപ്പോസിറ്റായിട്ട് വരുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻസ് നടക്കാതിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ആഗ്രഹിക്കുകയും ആ ആഗ്രഹിച്ച കാര്യം തന്നെ ചിന്തിക്കുക, നടന്നു കഴിഞ്ഞതായിട്ട് ചിന്തിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നത് കാണാം. താങ്ക് യു.